അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച നടന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞ വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സന്ദേശത്തിൽ കൂടെ സർവശക്തനായ ദൈവം നമ്മോട് അറിയിക്കുന്നത്, ഈ ലോകം നാശത്തിലേക്ക് പോവുക, ഇരുള് നിറഞ്ഞതാണ് ഈ ലോകം. എന്നാൽ ഈ ലോകത്ത് യേശു വന്ന് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് ഈ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ സുവിശേഷം പറഞ്ഞു തീരാറാകുമ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. അപ്പോൾ വാസ്തവത്തിൽ നാം എല്ലാവരും ഈ ലോകത്തിൽ സത്യ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം ആരാണെന്നും യേശു ആരാണെന്നും യേശുവിൻ്റെ പദ്ധതികൾ എന്താണെന്നും ഈ സുവിശേഷം എന്താണെന്നും ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മെ ഓരോരുത്തരെയും, തൻ്റെ വിശ്വാസികളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു വ്യക്തി യേശുവിൽ ആശ്രയിക്കുമ്പോൾ ദൈവവചനം കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ്. നാം ഇരുളിലായിരുന്നു, എന്നാൽ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ ആ അത്ഭുത പ്രകാശത്തിലേക്ക്, പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കർത്താവാക്കി വെച്ചു. ആ കാര്യമാണ് ലോകത്തോട് നമ്മിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ നമ്മൾ സുവിശേഷം പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ജീവിതം കാണുമ്പോൾ തന്നെ ആ ജീവിതം തന്നെ ഒരു സുവിശേഷമാണ്. ആ ജീവിതത്തിലൂടെ ലോകത്തിലേക്ക് പ്രകാശം പരക്കും. അതാണ് ദൈവികമായ പദ്ധതി. ഇന്ന് ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഒരു അത്ഭുത പ്രകാശമാക്കി മാറ്റുന്ന ആ ദൈവിക പദ്ധതി അവർക്ക് മനസ്സിലാവും. നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ ആ ജീവിതത്തിൽ രൂപാന്തരം വന്ന് അനേകർക്ക് വെളിച്ചമായി മാറുന്ന ഒരു വലിയ പദ്ധതിയാണ് ദൈവം ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളിൽ നിറവേറ്റാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ഈ സന്ദേശം വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ കർത്താവ് തരും. മഹാസന്തോഷം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ആ ഭവനത്തിൽ സമാധാനം, സന്തോഷം, സ്വസ്ഥത ഇതെല്ലാം കർത്താവ് തരും. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോകം അതിഭീകരമായ ഒരു സിറ്റുവേഷനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാത്താൻ അവൻ്റെ ആവനാഴിയിലുള്ള എല്ലാ പരിപാടികളും മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിൽ പരിശുദ്ധാത്മാവിലുള്ള ഏറ്റവും ബെസ്റ്റ് തൻ്റെ മക്കളുടെ മേലും കർത്താവ് പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ. സാത്താൻ്റെ ആവനാഴിയിലെ ഏറ്റവും ദുഷിച്ച ആയുധങ്ങൾ അവൻ തൊടുത്തു വിടുമ്പോൾ, നീ ഇത്രയും നല്ലത് ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ചോ എന്ന് കാനാവിൽ കേട്ട ശബ്ദം ലോകം കേൾക്കുമാറ്, ഇതുവരെ വന്നിട്ടില്ലാത്ത കൃപാവരങ്ങൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത പ്രവചനങ്ങൾ, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സൗഖ്യങ്ങൾ, ഇതുവരെ നടന്നിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ തൻ്റെ സഭയാൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സാത്താന്റെ ക്രിയകൾ കണ്ട് ആരും ഭയപ്പെടരുത്. അതിലും ശ്രേഷ്ഠമായ, അതിനെ മുഴുവൻ തിന്നുകളയുന്ന, ആമേൻ ആമേൻ, മന്ത്രവാദികളുടെ സർപ്പത്തെ ആ മോശയുടെ കയ്യിലെ വടിയാലുണ്ടായ സർപ്പം തിന്നുകളഞ്ഞ പോലെ ദൈവപ്രവർത്തികളാൽ പിശാചിന്റെ പ്രവർത്തികൾ വിഴുങ്ങിപ്പോകുന്ന അത്ഭുതകരമായ കാഴ്ച ലോകമെങ്ങും നമ്മൾ കാണാൻ പോകുകയാണ്. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞേ, ഭയപ്പെടരുത്. ദൈവം അയച്ച സ്ഥാനത്ത് നിൽക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി വിട്ടുകൊടുക്കുക. ഇപ്പോൾ മോനു പറഞ്ഞതുപോലെ സമ്പൂർണമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, പേടിക്കാതെ അവിടെ നിന്നാൽ മതി. നിന്നിലൂടെ കർത്താവ് ചിലത് ലോകത്ത് കാട്ടിക്കൊടുക്കാൻ പോകുകയാണ്. പത്രം വായിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ ഉള്ളിൽ ഭീതിയാണ്. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്, എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിലും വലിയ ദൈവമഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിരാശയുടെയും ഭയത്തിൻ്റെയും ഒരു പ്രത്യേക വ്യാപാര ശക്തി ലോകത്ത് വ്യാപരിക്കുമ്പോൾ തന്നെ വെളിച്ചത്തിൻ്റെയും പ്രതീക്ഷയുടെയും ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തി തൻ്റെ മക്കളിലൂടെ, സഭയിലൂടെ ഭാരതമെങ്ങും ലോകമെങ്ങും കർത്താവ് ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത തൻ്റെ പ്രവൃത്തി തൻ്റെ മക്കളിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ പോവുക. ഹല്ലേലൂയ. അവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്, അവിടെ കൊലപാതകമാണ്, ഇവിടെ ഭീകരതയാണ് എന്ന് പറഞ്ഞ് ഇരുട്ടാണ് ഇരുട്ടാണ് എന്ന് പറഞ്ഞ് ഓടുവാനല്ല, വെളിച്ചമുണ്ടാകട്ടെ
ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചവൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതിനാൽ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ് നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് നമ്മുടെ വാക്കുകൾ ലോകത്തിന് പ്രത്യാശ കൊടുക്കും. സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ടിവിയിലും എല്ലാം നിരാശയുടെയും ഭയത്തിൻ്റെയും വാർത്തകൾ നിറയുമ്പോൾ ഒരു ശുഭ സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ, ഒരു പ്രതീക്ഷയുടെ വാക്ക് ചുറ്റുപാടുമുള്ളവർക്ക് കൊടുക്കുവാൻ, നിന്റെ ഓഫീസിൽ, നിന്റെ സ്കൂളിൽ, നിന്റെ കോളേജിൽ, ഇല്ല എല്ലാം തീർന്നിട്ടില്ല, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, വെളിച്ചത്തിൻ്റെ പൊൻകിരണങ്ങൾ വീശുന്നുണ്ട് എന്ന് പറയുവാൻ എന്നെയും നിങ്ങളുമാണ് കർത്താവാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിട്ട്, ലോകത്തിൻ്റെ ഇരുൾ സ്വീകരിച്ച് ഇരുണ്ട മുഖവുമായി നടക്കുവാനല്ല നമ്മളെ വിളിച്ചത്. ഉയരത്തിലെ വെളിച്ചം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിനെ സ്വീകരിച്ച് ലോകത്തിൽ പടർത്തുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇരുട്ടാണ് ഇരുട്ടാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലല്ല, വെളിച്ചവുമായി ഓടിച്ചെല്ലുന്നവരുടെ കൂട്ടത്തിലാണ് ദൈവമക്കൾ. കരങ്ങൾ തട്ടി വായി തുറന്ന് ഉള്ളം തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രവചനവചനത്തെക്കുറിച്ച് പത്രോസ് പറയുമ്പോൾ, ഇരുട്ടത്ത് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ നിങ്ങൾ അതിനെ കരുതിക്കൊള്ളണം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു. എന്തിനാണെന്നറിയാമോ? ഭീതിയും കരിനിഴലും പരന്ന ലോകത്തിന് പ്രത്യാശ പകരുവാൻ. നിന്റെ കൈകളാൽ രോഗികൾ സൗഖ്യമാവും, നീ കാൽ ചവിട്ടുന്ന ഭവനങ്ങൾ വിടുതലാവും, നീയുമായി അല്പസമയം പങ്കിടുന്ന ഒരു വ്യക്തി നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരും, ആത്മഹത്യയിൽ നിന്ന് ജീവനിലേക്ക് വരും, ജീവിത തകർച്ചയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരും. അങ്ങനെയുള്ള അതിശയകരമായ ദൈവശക്തി പ്രാപിച്ച ദൈവമക്കളാ ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് പേർ പറഞ്ഞ സന്തോഷിപ്പീൻ എന്ന ദൈവവചനം പറഞ്ഞാട്ടെ. 21-ാം നൂറ്റാണ്ടായതോടെ ദൈവം ക്യാൻസൽ ചെയ്തില്ലെന്ന് പറഞ്ഞാട്ടെ. 20-ാം നൂറ്റാണ്ട് വരെ സന്തോഷിപ്പിൻ എന്നല്ല പറഞ്ഞത്, 2016 വരെ സന്തോഷിപ്പിൻ എന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2017 ഏപ്രിൽ മാസത്തിലും സന്തോഷിപ്പിൻ എന്ന ദൈവവചനം അങ്ങനെ തന്നെയാണ്. ലോകം മുഴുവൻ ഭീതിയിലായിരിക്കുമ്പോൾ ചിരിക്കുന്ന മുഖവുമായി ഇതാ സുന്ദരി സുന്ദരി കുട്ടപ്പന്മാർ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ചിരി ലോകത്തിന് ചിരിക്കാനൊക്കത്തില്ല. ഈ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ചിരി ദൈവമക്കൾക്ക് മാത്രമേ ചിരിക്കാനൊക്കത്തുള്ളൂ. ദൈവമക്കൾക്ക് അത് കണ്ടാൽ സൗന്ദര്യമുണ്ട്, അതല്ലാത്ത വേറൊരു സൗന്ദര്യം ദൈവമക്കളുടെ മുഖത്ത് നിഴലിക്കുന്നു. അത് ലോകത്തിൽ ആരുടെയും മുഖത്തില്ല. ഇനി അഥവാ വാർദ്ധക്യമായെങ്കിലും, ഇനി അഥവാ ചുക്കി ചുളിഞ്ഞെങ്കിലും, ഇനി അഥവാ നിറം മങ്ങിയെങ്കിലും സാരമില്ല, ലോകത്തിനില്ലാത്ത വേറൊരു സൗന്ദര്യം, ഒരു ദിവ്യ സൗന്ദര്യം, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന സൗകര്യം, അതരങ്ങളിലേക്ക് വരുന്ന സൗകര്യം, കണ്ണുകളിൽ ജ്വലിക്കുന്ന സൗന്ദര്യം ദൈവമക്കളുടെ ഉള്ളിലുണ്ട്. അത് യേശു മാത്രം പകരുന്നതാണ്. അതിന്റെ കാരണം 10,000 പേർകളിൽ പരമസുന്ദരനായ ഒരുവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യമാണ്. ആ കർത്താവ് ഉള്ളിലുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളുടെ വാക്കുകൾക്കായി ലോകം കാത്തിരിക്കുന്നു, നിങ്ങളുടെ സ്റ്റെപ്പുകൾക്ക് വേണ്ടി കുടുംബങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ സമൂഹം കാത്തിരിക്കുന്നു. നമ്മുടെ പാട്ടിൻ്റെ ഈണം വിഷയമല്ല, ആ പാട്ടിനകത്ത് എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മുടെ പാട്ട് അല്പം താളം തെറ്റിയാലും കുഴപ്പമില്ല, നിന്റെ പാട്ടിനകത്ത് ഒരു പുതിയ ശോഭയുണ്ട്. കാരണം യേശു നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങൾ, യേശു നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ എനിക്കും നിങ്ങൾക്കുമേ കൊടുക്കാൻ കഴിയൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ പത്രങ്ങളാണ്. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിട്ട്, നിങ്ങൾ പത്രങ്ങളാണ്, നിങ്ങൾ ന്യൂസ് പേപ്പറാണ്. പ്രൈസ് ദി ലോർഡ്. രാവിലെ ന്യൂസ് പേപ്പർ വായിച്ച് മങ്ങി മയങ്ങി ഇരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഞാൻ ഈ ദിവസങ്ങളിലെ എല്ലാ ദിവസത്തെ ന്യൂസ് പേപ്പർ അറിവിന് വേണ്ടി നോക്കുന്നുണ്ട്. ഒരൊറ്റ മനസമാധാനം തരുന്ന വാർത്തയില്ല. ഭീകരതയാണ്, ഭീകരത. ഞാൻ പറയണ്ടല്ലോ, അതെല്ലാം ഇവിടെ വിവരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ഇതാ സ്തോത്രം, ദൈവത്തിൻ്റെ മഷിയിൽ പ്രിന്റ് ചെയ്ത ഹൃദയമെന്ന മാംസപ്പലകയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രിന്റ് ചെയ്ത പുതിയൊരു പത്രം ദൈവം ഇറക്കിയിരിക്കുന്നു. അതിൻ്റെ എത്ര കോപ്പികളായി ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ പ്രസ്സിലടിച്ച പത്രമാണിത്. ഹല്ലേലൂയ. ഹൃദയമെന്ന മാംസപ്പലകയിൽ സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഒരു പുതിയ പത്രം. നമ്മളെ കാണുന്നവർക്ക് ലോകത്തിൽ പ്രതീക്ഷയുണ്ടാവും. ഈ പത്രത്തിന്റെ മുകളിലെ പേരിതാണ് ഗുഡ് ന്യൂസ്.
നല്ല വാർത്ത. ദൈവമക്കളാണ് നല്ല വാർത്ത. അതുകൊണ്ടാണ് യേശു തന്നെ മക്കളോട് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ എന്തോ പറയണം? ഈ വീടിന്. അതിന് പകരം കൂടി എന്നാണ് രാവിലത്തെ പത്രം വായിച്ചില്ലേ? കേട്ടോ? തിരുവനന്തപുരത്ത് കേട്ടോ? അവിടെ സിറിയായി കേട്ടോ? അവർക്ക് ആവശ്യത്തിന് കേട്ടിരിക്കുക. ഇനി വിശ്വാസികളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വന്നിട്ട് പറയണം, ഈ കുടുംബത്തിന് സമാധാനം, നിങ്ങളൊന്നിനെക്കുറിച്ചും പേടിക്കേണ്ട. നമ്മളിങ്ങനെ വായിക്കുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ. പ്രൈസ് ദ ലോർഡ്. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ, പൈശാചിക ബന്ധനങ്ങൾ നിറഞ്ഞൊരു പട്ടണത്തിൽ, നമ്മളിപ്പം പറയുന്നത് പൈശാചിക പ്രവർത്തികളും പൈശാചിക സേവയുടെ പ്രശ്നങ്ങളൊക്കെ ലോകത്ത് നിറഞ്ഞിരിക്കുകയാണെന്നല്ലേ പറയുന്നത്? പത്രങ്ങൾ മുതൽ ആ വാർത്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ വേണ്ടാത്ത പൈശാചികതകളിലേക്ക്, സാത്താന്യ സേവകളിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ശമരിയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു മന്ത്രവാദി തന്നെ മന്ത്രവാദ വിദ്യ കൊണ്ട് ശമരിയ നാടിനെ മുഴുവൻ ഭ്രമിപ്പിച്ചിരുന്നു. എന്നാൽ അവിടെ ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ആ പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. ഭ്രമം പിടിച്ച പട്ടണത്തിൽ എന്തുണ്ടായി? ഭ്രമം പിടിച്ച ഇന്ത്യക്ക് സന്തോഷം, ഭ്രമം പിടിച്ച കേരളത്തിന് സന്തോഷം, ഭ്രമം പിടിച്ച കോട്ടയത്തിന് സന്തോഷം, ഭ്രമം പിടിച്ച ഭവനങ്ങൾക്ക് സന്തോഷം. ചേർന്നൊരു ഹല്ലേലൂയ പറയാ. ആമേൻ. പിശാചും അവന്റെ മന്ത്രശക്തികളും മനുഷ്യർക്ക് ഭ്രമം കൊടുക്കുമ്പോൾ കർത്താവും അവന്റെ പരിശുദ്ധാത്മാവും മനുഷ്യന്റെ ഉള്ളിൽ ആനന്ദം കൊടുക്കുകയാണ്. 1-2 പേര് പറഞ്ഞ്, നിങ്ങളുടെ ചിരി ലോകം കാത്തിരിക്കുന്നു. 1-2 പല്ല് കുറവാണെങ്കിലും നന്നായിട്ട് ചിരിച്ചോണം. നിങ്ങളുടെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ കണ്ണിനൊരു പ്രത്യേക തിളക്കമുണ്ട്. അതിനകത്തൊരു പ്രത്യാശയുണ്ട്. എന്തിന് പ്രതിസന്ധികൾക്കകത്ത് നിൽക്കുമ്പോഴും കാഹളധ്വനിയോടെ വരുന്ന കർത്താവിലേക്ക് നോക്കുന്ന അത്ഭുതകരമായൊരു പ്രതീക്ഷ. മരണത്തെ പോലും ജയിക്കുന്ന, പാതാളത്തെ ജയിക്കുന്ന, കല്ലറകളെ ജയിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു പ്രതീക്ഷയുടെ തിളക്കം ദൈവമക്കളുടെ കണ്ണിലുള്ളതിനായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. അതിനു മുമ്പായി പറയട്ടെ, ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ഇതാണ്, പ്രൈസ് ദി ലോർഡ്, ഗുഡ് ഫ്രൈഡേ ആൻഡ് ഈസ്റ്റർ. ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും, എനിക്ക് ലഭിച്ചതും ഞാൻ ചെയ്യേണ്ടതും. ഉറക്കെ പറഞ്ഞാട്ട് ആമേൻ. ദുഃഖവെള്ളിയാഴ്ച വാസ്തവത്തിൽ ദുഃഖവെള്ളിയാഴ്ചയല്ല, ഇംഗ്ലീഷുകാർ പറയുന്നത് നല്ല വെള്ളിയാഴ്ചയെന്ന്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ നിനക്കങ്ങനെ സംഭവിക്കരുത്, നിനക്ക് ക്രൂശ് സംഭവിക്കരുത്, അതവർക്ക് ദുഃഖമാണ്. യേശു സഹിച്ച പീഡാനുഭവം അവർക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിൽ നിങ്ങളുടെ നന്മ വരില്ല, ഞാൻ സഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കില്ല, അതുകൊണ്ട് എന്നെ തടയരുത്. പ്രൈസ് ദി ലോർഡ്. സ്വന്തമായ മനുഷ്യത്വത്തിൽ നിന്ന് ഗതസമനായിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കളയണം, എങ്കിലും എൻ്റെ ഇഷ്ടം അല്ല തിരുവിഷ്ടമത്രേ എന്ന് പിതാവിനോട് പറഞ്ഞു. ഇല്ല, എൻ്റെയും നിങ്ങളുടെയും ദുഃഖത്തിൻ്റെ പാനപാത്രം, എൻ്റെയും നിങ്ങളുടെയും കയ്പിൻ്റെ പാനപാത്രം, എൻ്റെയും നിങ്ങളുടെയും നിത്യ നരകത്തിൻ്റെ പാനപാത്രം, എൻ്റെയും നിങ്ങളുടെയും നിരാശയുടെയും ഭയത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങളുടെയും പാനപാത്രം ഒന്നുകിൽ ഞാൻ കുടിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവൻ കുടിക്കും. അവൻ പറഞ്ഞില്ല, എൻ്റെ മക്കളെ ഞാൻ കുടിപ്പിക്കില്ല, ഞാൻ തന്നെ അത് മട്ടോളം ഊറ്റിക്കുടിക്കും. അങ്ങനെ ഗതസമനായിൽ വെച്ച് 2 കൈയും നീട്ടി പിതാവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും മരണത്തിൻ്റെ തകർച്ചയുടെ പാനപാത്രം കർത്താവ് വലിച്ചു കുടിച്ചു. ന്യായവിധിയുടെ പാനപാത്രം വലിച്ചു കുടിച്ചു. എന്നിട്ട് ഒടുവിൽ ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ സകലവും നിവൃത്തി. എൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അതൊരു സഭയ്ക്ക് വേണ്ടിയോ ഒരു മതത്തിന് വേണ്ടിയോ അല്ല കർത്താവ് ചെയ്തത്, മുഴുമാനവജാതിക്ക് വേണ്ടി. തൻ്റെ വായിലെ ശ്വാസത്താൽ നിർമ്മിക്കപ്പെട്ട മുഴുമാനവജാതിക്ക് വേണ്ടി അവരുടെ സകല സങ്കടങ്ങളും വേദനകളും തൻ്റെ മേൽ ഏറ്റെടുത്ത് അവൻ ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ വിട്ടു. ആ പ്രാണനെ വിട്ട് മരിക്കുമ്പോൾ താൻ എന്തൊക്കെ മട്ടോളം വലിച്ചു കുടിച്ചോ, എന്തൊക്കെ സഹിച്ചോ, അത് നമ്മൾ സഹിക്കരുത് എന്ന് കർത്താവ് ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ വീട് നിറയെ നല്ല ആഹാരം കരുതി വെച്ചു മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിലൊരു യോഗം നടത്തി 10-15 പേരെ വിളിച്ചു. അവർക്കെല്ലാം വേണ്ടി ഭക്ഷണം പകൽ മുഴുവൻ രാത്രി വരെ ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട് ഭക്ഷണങ്ങളൊക്കെ കരുതി വെച്ചു. ഒത്തിരി കഷ്ടപ്പെട്ടു, ക്ഷീണിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വൈകിട്ട് മീറ്റിംഗ് വെച്ചപ്പോൾ, അല്ലെ കുഞ്ഞുങ്ങൾ കഴിക്കാൻ വന്നപ്പോൾ, അവരാരും കഴിക്കാതെ പോയാൽ നിങ്ങൾ പറയോ ഏതായാലും ലാഭമായി? എന്തു പറയും? നിങ്ങളെ വളരെ ദുഃഖിക്കും. ഞാൻ കഷ്ടപ്പെട്ടത് ആർക്ക് വേണ്ടിയോ അവരത് അനുഭവിക്കണം. 1-2 പേരോട് പറഞ്ഞ്, അവൻ കഷ്ടപ്പെട്ടത് കൊണ്ട് നാം അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല.
അമ്മ രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് ലഭിക്കണം എന്ന് നിർബന്ധമില്ല. അവർ വന്ന് എന്ത് ചെയ്യണം? എടുത്ത് കഴിക്കണം. രക്ഷയാകട്ടെ, രോഗശാന്തി ആകട്ടെ, വിടുതലാകട്ടെ, എല്ലാം ക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഞാനും നിങ്ങളും അത് എടുത്ത് അനുഭവിക്കണം. അപ്പോഴാണ് അത് പ്രിപ്പയർ ചെയ്ത നമ്മുടെ യഥാർത്ഥ അമ്മയായ കർത്താവിന്. കർത്താവ് പറഞ്ഞല്ലോ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ കൈവിടുമോ? കൈവിട്ടാലും ഞാൻ വിടത്തില്ല. ആമേൻ. ഒരപ്പനേക്കാൾ സ്നേഹിക്കുന്ന, അമ്മയേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല പിതാവ്, വാസ്തവത്തിൽ നമ്മുടെ ആത്മാക്കളുടെ പിതാവ്, നമ്മുടെ പിതാവ് സ്വർഗത്തില്, നമ്മുടെ അപ്പൻ, അതെ, ആ അപ്പനിൽ നിന്ന് വന്നതാണ് ഈ ലോകത്തിലെ പിതൃത്വ സ്വഭാവം. ആ യഥാർത്ഥ മാതാവായ ദൈവത്തിൽ നിന്ന് വന്നതാണ് ഈ ലോകത്തിലെ അമ്മമാരിലെ അമ്മയുടെ സ്വഭാവം. ആ ദൈവത്തിൽ ഒരു ജ്യേഷ്ഠനുണ്ട്, അതിൽ നിന്ന് വന്നതാണ് ജ്യേഷ്ഠത്വം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൽ ഒരു കാന്തനുണ്ട്, അതാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. ദൈവം എല്ലാ നന്മകളുടെയും പൂർണ്ണ രൂപമാണ് ആര്? ദൈവം. ആ ദൈവത്തിലെ സർവസമ്പൂർണതയും മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നതാണ് ആര്? കർത്താവായ യേശു. അവനൊരപ്പനായി, ഒരമ്മയായി, ഒരു സ്നേഹിതനായി, പെർഫെക്റ്റ് ഫ്രണ്ടായി എല്ലാം കർത്താവ് വെളിപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഒരു മനുഷ്യരൂപത്തിൽ കാണണം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും അത്. വി ഹാവ് ടച്ച്ഡ് ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തെ തൊടാം യേശുവിനെ തൊടുന്നതിലൂടെ. നിങ്ങൾക്ക് ദൈവത്തെ കാണാം യേശുവിനെ കാണുന്നതിലൂടെ. നിങ്ങൾക്ക് ദൈവത്തെ രുചിക്കാം യേശുവിലെ രുചിക്കുന്നതിലൂടെ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. യു ഹാവ് ടേസ്റ്റഡ് ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവത്തെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം, ദൈവത്തെ കാണാം, ദൈവത്തെ കേൾക്കാം, ദൈവത്തെ തൊടാം, ദൈവത്തെ അനുഭവിക്കാം. എങ്ങനെ? ക്രിസ്തുവിനെ അനുഭവിക്കുന്നതിലൂടെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പം ക്രിസ്തു ഒരു പിതാവായി, മാതാവായി, സഹോദരനായി, എല്ലാ ആ നന്മകളുടെ പൂർണ്ണ സ്വഭാവം മുഴുവൻ ക്രിസ്തുവിൽ വെളിപ്പെട്ടു. നമുക്കതെല്ലാം നൽകുവാൻ ഒരമ്മ എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സകലവും ക്രൂശിൽ ഒരുക്കി. അതായിരിക്കും എൻ്റെ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗം. പക്ഷെ രണ്ടാം ഭാഗം, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു ക്രൂശിൽ കഷ്ടപ്പെട്ട് മരിക്കുക മാത്രമല്ല, മൂന്നാം നാൾ ആ കർത്താവ് എന്ത് ചെയ്തു? ശക്തിയോടെ ഉയർത്തു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഷ്ടങ്ങളുമായി അവൻ പാതാളത്തിലേക്ക് പോയെങ്കിൽ അനേകർക്ക് കൊടുക്കാനുള്ള നന്മകളുമായി അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. മാത്രമല്ല, ആ കാൽവറിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു മാത്രമല്ല ഉയർത്തെഴുന്നേറ്റത്, ഞാനും ഉയർത്തെഴുന്നേറ്റു. അവൻ ഏറ്റവും പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നേരെ ഉയർത്ത് സകല നാമത്തിനും മേലാൻ ഹയസ്റ്റ് അതോറിറ്റിയിൽ ആരെ ഇരുത്തി? യേശുവിനെ ഇരുത്തി. നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ അവനോട് കൂടെ നിങ്ങളെയും എന്ത് ചെയ്തിരിക്കുന്നു? ഉയർപ്പിച്ചു, ഏറ്റവും ഉയരങ്ങളിൽ ഇരുത്തി. ഹല്ലേലൂയ. ശാരീരികമായി നമ്മൾ ഇവിടെ തന്നെയാണ്, കോട്ടയത്താണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലാണ്. പക്ഷെ നമ്മൾ ആത്മീയമായി നമ്മൾ ആത്മാവിനെ എവിടെ കൊണ്ടിരുത്തി? പറഞ്ഞാട്ടെ, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധൻ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞാട്ടെ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ആകെ മാറിയിരിക്കുന്നു. സോ ഈസ്റ്ററിൽ വെളിപ്പെടുന്നത് നമ്മളുടെ ഉയർച്ചയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് ഇനി ഒരു ഉയർച്ചയുടെ ആവശ്യമുണ്ടോ? കൈ കൊടുത്ത് പറ, ഈസ്റ്ററിൽ ദൈവം അല്ല ഉയർത്തത്. പറഞ്ഞാട്ടെ, മനുഷ്യനാണ് ഉയർത്തത്. ദൈവത്തിന് ഇനി ഉയരാൻ പൊസിഷൻ വല്ലതും ഉണ്ടോ? ദൈവത്തിന് ഇനി ആരെങ്കിലും പൊസിഷൻ കൊടുക്കണമോ? എന്നാൽ പിശാചിനാൽ, പാപത്താൽ പാതാളത്തിന്റെ അടിത്തറയോളം പോയ എന്നെയും നിന്നെയും ദൈവത്തോടൊപ്പം ഇരുത്തുവാൻ, ദൈവത്തോളം ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് ഈസ്റ്റർ. ഈസ്റ്റർ യേശുവിന്റെ പുനരുത്ഥാനമാണോ? അതെ. എന്നാൽ വാസ്തവത്തിൽ നിന്റെ പുനരുത്ഥാനമാണ്, നിന്റെ ഉയർപ്പാണ്. ഭൂമിയിലെ നിന്റെ അവസ്ഥകളൊക്കെ മാറും, വീടിന്റെ അവസ്ഥ മാറും. ആ ഉയർപ്പ് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഉയർത്തെഴുന്നേറ്റ് അവനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുക. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തന്നെ ഒരുപാട് രോഗികളായിട്ടുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായി തകർന്ന്, ബിസിനസ്സൊക്കെ തകർന്ന് വലിയ നിരാശയിലായിരിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കൂട്ടർ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുക. വാസ്തവത്തിൽ അവർ ആത്മഹത്യ കൊണ്ട് ഒരു കാര്യവുമില്ല.
പിശാച് അവരെ അങ്ങനെ ഒരു ബ്രെയിൻ വാഷ് ചെയ്തതുപോലെ അവരുടെ ഉള്ളിൽ നീ ചാകുന്നതാണ് നല്ലത്, നിനക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സ് മടുപ്പിച്ച് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോവുക. ദൈവവചനം പറയുന്നത് പോലെ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടല്ലാതെ കള്ളൻ വരുന്നില്ല. ആ പിശാച് ഇന്ന് നിങ്ങളെ ചതിച്ച് മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇന്ന് എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി തരുന്നു, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് മുമ്പിൽ തരുന്നു, എൻ്റെ ഹൃദയം നിനക്ക് മുമ്പിൽ ഞാൻ തുറക്കുന്നു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സറണ്ടർ ചെയ്യുക, സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ച ഒരാളെ കർത്താവ് ഏറ്റെടുക്കും, പിന്നെ ഒരു നാളും കൈവിടത്തില്ല. അതുകൊണ്ട് നമുക്കിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കാൻ പോവുക. എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വളരെ ഉറപ്പുണ്ട് നിങ്ങളുടെ ആ അരികിൽ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അത്ഭുതങ്ങൾ നടക്കും, രോഗികൾ സൗഖ്യമാകും, മുഴകൾ അപ്രത്യക്ഷമാകും, ക്യാൻസർ രോഗികൾ സൗഖ്യമാകും, ടെർമിനലി ഇൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന വിധി എഴുതിയിട്ടുള്ള രോഗികളെല്ലാം ഇന്ന് സൗഖ്യമാകും. നിങ്ങളൊന്ന് വിശ്വസിക്കണം കേട്ടോ. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആ കണ്ണുകളെ ഒന്ന് അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുക. ഇന്ന് കർത്താവെ, രോഗികളായിട്ടുള്ള എന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ അവരുടെ മേൽ ഞാൻ അധികാരമെടുക്കുക. അവരുടെ മേലുള്ള രോഗബന്ധനങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ, സന്ധികൾ ഇപ്പോൾ തന്നെ നിവർന്ന് നേരെയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡയബറ്റീസ് രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, പ്രഷർ രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ഞാൻ സൗഖ്യം കൽപ്പിക്കുക. എൻ്റെ കർത്താവ് കാൽവരിയിലേറ്റ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഈ നിമിഷം തന്നെ അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. അപ്പോൾ തന്നെ കർത്താവ് ബിസിനസ്സിൽ തകർച്ച വന്ന് സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഉയർച്ച അവർക്ക് ഉണ്ടാകട്ടെ, വർധനമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ മേലുള്ള ആ ആത്മഹത്യയുടെ ആ പ്രേരണ വിട്ടുമാറട്ടെ. കർത്താവ് അവരുടെ കൂടെയുണ്ട്, യേശു അവരുടെ കൂടെയുണ്ട്. യേശു രക്ഷിപ്പാൻ മതിയായവനെന്നുള്ള തിരിച്ചറിവ് അവർക്ക് നൽകണം. അവരുടെ ഹൃദയത്തിൽ സമാധാനം നൽകണം, ഭവനത്തിൽ സ്വസ്ഥത നൽകണം, കുടുംബജീവിതങ്ങളെല്ലാം അനുഗ്രഹമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. എല്ലാം എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങൾ പരിശോധിച്ച് നോക്കിയാട്ടെ. നിങ്ങളുടെ ആ രോഗം അവിടെ ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. വേദന മാറിയതായിട്ട് പിടികിട്ടും. മുഴകള അവിടെ കാണത്തില്ല. നിങ്ങൾക്ക് കിട്ടിയ ആ അത്ഭുത സൗഖ്യം അത് മിണ്ടാതിരിക്കരുത്. താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് കിട്ടിയ അത്ഭുത വിടുതലുകൾ അത് അറിയിക്കുമ്പോൾ ഞങ്ങൾക്കും ഈ ശുശ്രൂഷ ചെയ്യുവാൻ അത് വലിയൊരു ഉത്സാഹം തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയുവാൻ മടിക്കരുത്. തുടർന്നും എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.